എന്തുകൊണ്ടാണ് ഇൻഡസിൽ ഓരോ ബാച്ചിലും കുട്ടികളുടെ എണ്ണം വർദ്ധിക്കുന്നത്? അപ്പോൾ ഞാൻ വന്ന കാര്യം കറക്റ്റായിട്ട് പറഞ്ഞു തരാം. ഒന്നുമല്ല, നമ്മൾ നെക്സ്റ്റ് ബാച്ചിലത്തെ കുട്ടികൾക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കും. വെൽക്കം ടു ഇൻഡസ് ടോക്സ്. അപ്പോൾ എല്ലാവരും എന്താ വിചാരിച്ചിട്ടുണ്ട്, എന്ത് പറ്റി നമ്മൾ ഈ ബാച്ച് വീഡിയോ കുറച്ച് ലേറ്റായി പോയല്ലോ? അപ്പോൾ നിങ്ങൾ കരുതുന്ന പോലെ കുറച്ച് തിരക്കായിരുന്നു, അത് കാരണമാണ് ബിസി ആയത്. അപ്പോൾ ബാച്ച് എന്നാണ്, അതുപോലെ ബാച്ചിൻ്റെ ടൈമിങ് എന്താണ് ഒക്കെ ഞാൻ പറഞ്ഞു തരാം. അതിന് മുന്നേ നിങ്ങൾക്ക് കുറേ ഡൗട്ട്സ് ഉണ്ട് അല്ലേ? എന്തുകൊണ്ടാണ് ഇൻഡസിൽ ഓരോ ബാച്ചിലും കുട്ടികളുടെ എണ്ണം വർദ്ധിക്കുന്നത്? അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് ചിന്തിച്ചാൽ കിട്ടാവുന്ന ഒരു ആൻസർ തന്നെയാണ് അതിന്. ഇൻഡസിലെ കുട്ടികളുടെ എണ്ണത്തിൻ്റെ വർധനവിന് കാരണം പറയണത് എഡ്യൂക്കേഷണൽ ക്വാളിറ്റി തന്നെയാണ്. എഡ്യൂക്കേഷണൽ ക്വാളിറ്റിയും കുട്ടികളെ ഹെൽപ്പ് ചെയ്യലും കുട്ടികളെ പിന്നാലെ നടന്നിട്ട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കലും, അവർക്ക് വെച്ചാൽ കോഴ്സ് കഴിഞ്ഞാലും അവരെ മൈൻഡ് ചെയ്യാതിരിക്കുക അങ്ങനെ ഒരു ഓപ്ഷൻ നമുക്കില്ല. അവരെപ്പോൾ എന്താവശ്യത്തിന് കോണ്ടാക്ട് ചെയ്താലും നമ്മളത് ചെയ്തു കൊടുക്കാം. മാക്സിമം നമ്മൾ കൊണ്ട് പറ്റണം നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട്. പിന്നെ ചില ഒരു നെഗറ്റീവ്, എല്ലാം പോസിറ്റീവാണെന്നൊന്നും പറയണില്ല, ചില നെഗറ്റീവ്സ് നമുക്കുണ്ടാവും. ചില കുട്ടികൾക്ക് എത്തിപ്പെടാത്തതുണ്ടായിരിക്കാം, അതൊക്കെ ഉണ്ട്. അതെല്ലാം പോസിറ്റീവാണെന്നൊന്നും ഒരിക്കലും ഒരു മനുഷ്യന് 100% പെർഫെക്റ്റ് ആവണമെന്നില്ല. അതുപോലെ തന്നെ പക്ഷെ മാക്സിമം നമ്മളെ കൊണ്ട് പറ്റണ രീതിക്ക് നമ്മൾ കുട്ടികളെ മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. അതുപോലെ അവർക്ക് മാക്സിമം നല്ല എഡ്യൂക്കേഷൻ മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. നമ്മൾ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസൊക്കെ കുറച്ച് കുറവായിരിക്കും, കളി തമാശ കാര്യങ്ങളൊക്കെ കുറച്ച് കുറവാണെങ്കിലും കൂടിയിട്ട് നമ്മൾ എഡ്യൂക്കേഷൻ്റെ കാര്യത്തിൽ നമ്മൾ വേറെ കോംപ്രമൈസ് ഒന്നുമില്ല. അതിന് നിങ്ങൾക്ക് ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇൻഡസ് തന്നെയാണ്. പിന്നെ 2-3 സർപ്രൈസസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ സർപ്രൈസസ് ആയി ഇരിക്കട്ടെ, അതിനൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളെ ചാനൽ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സർപ്രൈസസ് അറിയാം. അപ്പോൾ ഞാൻ വന്ന കാര്യം കറക്റ്റായിട്ട് പറഞ്ഞു തരാം. ഒന്നുമല്ല, നമ്മളെ നെക്സ്റ്റ് ബാച്ച് എന്ന് പറഞ്ഞാൽ ജൂലൈ 29-ാം തീയതിയാണ്. അപ്പോൾ കുറേ പേര് ഉച്ച ടൈമിങ് ചോദിച്ച കുട്ടികളുണ്ടായിരുന്നു. 1 മണി to 3 മണി ഈ ഒരു ടൈമിങ് ഞങ്ങൾക്ക് കിട്ടുമോ ചോദിച്ച കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ അവർക്കായിട്ട് പറയുകയാണെങ്കിൽ 1 മണി മുതൽ 3 മണി വരെയാണ് ഈ ബാച്ച്. അതുപോലെ തന്നെ നിങ്ങളെ വിളിച്ച ഓരോ കുട്ടികളെ നമുക്ക് കോൺടാക്ട് ചെയ്യാൻ ചിലപ്പോൾ തിരക്ക് കാരണം പറ്റില്ല. അപ്പോൾ നിങ്ങൾ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിലോ നിങ്ങൾ മുന്നേ കോൺടാക്ട് ചെയ്ത നമ്പറിലോ വിളിച്ചിട്ട് അടുത്ത ബാച്ചിൻ്റെ കാര്യങ്ങളും അതേപോലെ ടൈമിൻ്റെ കാര്യങ്ങളും അതിൻ്റെ അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് എത്രയും പെട്ടെന്ന് ചെയ്യുക. കാരണം നമ്മൾ ബാച്ചിൽ കുട്ടികൾ കൂടും തോറും പെട്ടെന്ന് തന്നെ അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് ഈ ബാച്ചിന് ആവശ്യമുള്ള കുട്ടികൾ എന്തായാലും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യും കേട്ടോ. പിന്നെ ജോബിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിന് മുന്നേ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക കേട്ടോ. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്തിട്ട് കൊടുക്കുക. ജോബിനെ കുറിച്ച് പറയുകയെന്ന് വെച്ചാൽ ഇപ്പോൾ കൂടുതൽ വർക്ക് ഫ്രം ഓഫീസാണ് വരുന്നത്. പിന്നെ അതുപോലെ കുറേ കുട്ടികൾ എന്നോട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, CPT കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അതും നമ്മൾ എന്തായാലും എത്രയും പെട്ടെന്ന്, ചിലപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിന് മുന്നേ ഓൾറെഡി CPT കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളെ ചാനൽ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ ചാനലിനെ കുറിച്ച് ഇതുവരെ ഒരുവിധമൊക്കെ ഗുഡ് റെസ്പോൺസസ് ആണ് കിട്ടിയിരുന്നത്. അപ്പോൾ നിങ്ങളെ വിലയേറിയ കമൻസും കാര്യങ്ങളൊക്കെ നമ്മൾ കമൻറ്റ് ബോക്സിൽ ഇടുക, നമ്മൾ ടൈം പോലെ അതിന് റിപ്ലൈ തരണ്ട്. പിന്നെ ജോബിനെ കുറിച്ച് പറയാമെന്ന് വെച്ചാൽ നമുക്ക് ചെന്നൈ, ബാംഗ്ലൂർ, ഹൈദരാബാദ്, കോയമ്പത്തൂർ, ഇപ്പോൾ കൊച്ചിയിലും വന്നിട്ടുണ്ട്, വേക്കൻസീസ് വന്നിട്ടുണ്ട്, ഒരുപാട് വേക്കൻസീസൊക്കെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ കൂടുതൽ ഇപ്പോൾ എല്ലാവരും പറയുന്ന പോലെ വെറുതെ ജോലി കിട്ടുന്നൊന്നും ഞാൻ പറയണില്ല. സർട്ടിഫൈഡ് ആവണം. നോൺ ലൈഫ് സയൻസ് കുട്ടികൾക്ക് ഒരു 90% സർട്ടിഫൈഡ് ആയ കുട്ടികൾക്കാണ് കിട്ടുന്നത്. അതെല്ലാവരും ചില കമ്പനീസ് എടുക്കുന്നുണ്ട്. അത് നമ്മൾ ഇൻഡസ്ട്രിയിൽ കോൺടാക്ട് ചെയ്താൽ നമ്മളെ ഇൻഡസ്ട്രിയിലത്തെ കുട്ടികൾക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കും. പിന്നെ ലൈഫ് സയൻസ് കുട്ടികൾ CPC ഇല്ലാതെയും കിട്ടുന്നുണ്ട്. പക്ഷേ ഈ CPC എഴുതാതെ ഉള്ള കുട്ടികൾ നിങ്ങളുടെ ഡിമാൻഡ്സൊക്കെ ഒന്ന് കുറച്ച് നിങ്ങൾ മാറ്റി വെക്കുന്നത് നല്ലതാണ്. ഒന്നുമല്ല, CPC എഴുതാൻ നിങ്ങൾ ഉദ്ദേശമില്ലെങ്കിൽ ബോണ്ടിന് റെഡി ആയിരിക്കണം, വർക്ക് ഫ്രം ഓഫീസ് റെഡി ആയിരിക്കണം, നിങ്ങൾക്ക് ഇന്ന സ്പെഷ്യാലിറ്റി കോഡിങ് കിട്ടണമെന്ന് നിങ്ങൾ ഡിമാൻഡ് ചെയ്യാൻ പാടില്ല. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഒന്ന് മനസ്സിലിരുത്തി കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഈ ഒരു മെഡിക്കൽ കോഡിങ്ങിൻ്റെ ജേണി കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ജോബിലോട്ട് എത്തിപ്പെടാൻ പറ്റും. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ ഇത് വളരെ വലുതാക്കണം എന്നൊന്നുമില്ല, ഇതൊരു ഇൻഫോർമേഷൻസ് പാസ് ചെയ്യാൻ വന്ന വീഡിയോ ആയിരുന്നു. അപ്പോൾ എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.